മണ്ണും മനസ്സും തൊട്ടീ നാടിൻ സർഗപ്രതിഭകൾ അക്ഷരം ഭാവസുന്ദരം ചിത്രകം സ്വപ്നചാരുവാം ഭാവനാലോകവും മർത്യഭാഷ തൻ മഹിതമാം ചരിതവും ഹൃത്തിലെഴുതുന്ന പ്രതിഭാപ്രഭാവം സർഗപുഷ്പസുഗന്ധത്താൽ നിറയും കാവ്യസൗഹൃദം സർഗപുഷ്പസുഗന്ധത്താൽ നിറയും കാവ്യസൗഹൃദം. നമസ്കാരം. കലയുടെ കൈവിളക്കേന്തിയ പ്രതിഭകളുടെ കലാവഴികളിലൂടെ ജീവിത വഴികളിലൂടെയുള്ള ഒരു സൗഹൃദ സഞ്ചാരം, കാവ്യസൗഹൃദം. സർഗപുഷ്പങ്ങളുടെ സുഗന്ധം നിറയുന്ന ഈ സൗഹൃദ വേദിയിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ചെറുത്തൂർ കോവലിലെ ഒരു കലാകാരി. ഭരതനാട്യം, മോഹിനിയാട്ടം, ചെണ്ടമേളം, കഥകളി, ഇടയ്ക്ക, അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ അലങ്കാര നെറ്റിപ്പട്ടം, അലങ്കാര വാൽക്കണ്ണാടി, അലങ്കാര തിടമ്പ് എന്നിവയൊക്കെ നിർമ്മിച്ചുകൊണ്ട് തൻ്റെ കലാസഭയിലേക്ക് പുതിയൊരു ഇടം അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പാർവതി വിജീഷ്. പാർവതി വിജീഷിന്റെ കലാവഴികളിലൂടെയാണ് നാം ഇന്ന് സഞ്ചരിക്കുന്നത്. ഈ സൗഹൃദ വേദിയിലേക്ക് പാർവതി വിജീഷിന് സ്നേഹസ്വാഗതം. നമസ്കാരം. ചോറ്റാനിക്കര ക്ഷേത്രമുറ്റത്തെ പ്രൗഢഗംഭീരമായ സദസ്സിനു മുന്നിൽ ഒറ്റക്കൊമ്പന്റെ തലയെടുപ്പിൽ നിൽക്കുകയാണ് കേരളീയ താളമേളത്തിന്റെ സൗന്ദര്യം പെരുവനം കുട്ടന്മാരാർ. സാഗരഗർജനം പോലെ പഞ്ചാരിത്താളം പരിസരമാകെ പ്രകമ്പനം കൊള്ളിക്കുന്നു. കണ്ടു നിൽക്കുന്നവർ കൈവായുവിൽ വീശി തലയാട്ടി താളം തങ്ങളിൽ ഏറ്റുവാങ്ങുന്നു. 101 കലാകാര കൈകൾ ആ താളരാജനോടൊപ്പം തരംഗവേഗം കൈക്കൊള്ളുന്നു. കൗരവപ്പടയ്ക്കലങ്കാരമായ സോദരി പോലെ 100 പുരുഷന്മാർക്കൊപ്പം നിന്ന് അതിനൊപ്പം താളമുതിർക്കുന്ന ഒരു കലാകാരി ആസ്വാദകരിൽ കൗതുകമാകുന്നു. കൈവേഗത്തിലും മെയ്യനക്കത്തിലും ലയത്തിലും പുരുഷകേസരികളേക്കാൾ ഒരുപടി മുന്നിൽ തന്നെ ഇവൾ എന്നവർ വിധിയെഴുതി. മേളവേദിയിലെ ആ പെൺ സാന്നിധ്യമാണ് ഇന്ന് നമ്മുടെ അതിഥി പാർവതി വിജീഷ്. ചെണ്ടയിലെ മിടുക്ക് കൂടാതെ ഭരതനാട്യം, മോഹിനിയാട്ടം, കഥകളി, സോപാന സംഗീതം, ഇടയ്ക്ക എന്നിവയിലും ഈ ബഹുമുഖ പ്രതിഭ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. RLV കോളേജിലെ കലാപഠനമാണ് തന്നിലെ കലയുടെ കരുത്തിന് കാരണമെന്ന് ഈ കലാകാരി ഉറച്ചു വിശ്വസിക്കുന്നു. വിവാഹശേഷം ജീവിത സഖാവിനോടൊപ്പം കലയുടെ പടവുകൾ താണ്ടവേ അപ്രതീക്ഷിതമായി പ്രിയപ്പെട്ടവൻ രോഗബാധിതനായി. ഒരു ചോദ്യചിഹ്നമായി ജീവിതം മുന്നിൽ വിലങ്ങനെ നിന്നെങ്കിലും ഉള്ളിലെ കലയുടെ കരുത്തിൽ സധൈര്യം അവൾ മുന്നോട്ടു പോയി. ചെണ്ടത്തലപ്പിൽ കരചലന വേഗത്താൽ കവിത കുത്തിയ ആ കലാകാരിയുടെ ഗന്ധർവ സ്പർശമേറ്റ കൈകൾ പിന്നീട് കരവിരുതിൽ കവിത തീർത്തു. ഗജവീരന്റെ പെരുമസ്തകത്തിൽ സ്വർണശോഭ തീർക്കുന്ന നെറ്റിപ്പട്ടം നെയ്തൊരുക്കി ജീവിതത്തെ തലയെടുപ്പോടെ നേരിട്ട് വിജയം കൊയ്യുകയാണ് ഇന്നീ കലാകാരി. അസുരതാളത്തെ കൈവേഗത്തിലൊതുക്കിയ കലാകാരിക്ക് മറ്റെന്തിനേയും മെരുക്കാമല്ലോ. അതെ, ചെറുവത്തൂർ കോവലിലെ പാർവതി വിജീഷിന്റെ ജീവിതത്തെ, കലാലേപത്താൽ സുഗന്ധം പരക്കുന്ന കലാകാര വിജയത്തെ നമുക്കടുത്തറിയാം ഈ സൗഹൃദവേദിയിൽ. പാർവതി ശരിക്കും കാസർഗോഡിന്റെ മണ്ണിലേക്ക് മരുമകളായി കടന്നു വന്നവളാണ്. അതെ, തീർച്ചയായിട്ടും സർ. എറണാകുളം സ്വദേശിയാണ്. അതെ, കുട്ടിക്കാലമൊക്കെ എറണാകുളത്താണ് ജനിച്ചു വളർന്നത്. അതെ, എറണാകുളത്ത് എവിടെയാണ്? എറണാകുളത്ത് സൗത്ത് ഇന്ത്യക്ക് അടുത്തായിട്ടാണ് കാരക്കാമുറി എന്ന് പറയും. കാരക്കാമുറി. അതെ, സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട് കാരക്കാമുറി ഷൺമുഖൻ ഒരു കഥാപാത്രം. എഴുത്തുകാരനായ പ്രൊഫസർ സാനുമാഷിന്റെ വീണ്ടും അത് ശരിയാ. അവിടെ എങ്ങനെയാണ് ഈ കാസർഗോഡ് എത്തിയത്? കാസർഗോഡ് എത്തിയത് വിജീഷിന്റെ സഹധർമ്മിണിയായി. തീർച്ചയായിട്ടും. അല്ല, ഇത് ഈ വിജീഷുമായിട്ടുള്ള അങ്ങനെ ഒരു കാസർഗോഡും എറണാകുളം, ചെറുത്തൂർ എറണാകുളം തമ്മിൽ ഒരു വലിയ ബന്ധം. തീർച്ചയായിട്ടും. കാരണം ഇതില് പ്രത്യേകത രണ്ടുപേരും കലാകാരന്മാരാണ്. നല്ലൊരു ചെണ്ടമേളം തായമ്പക കുടുംബത്തിലെ അംഗമാണ് വിജീഷ്. ആ ബന്ധം തന്നെയാണോ, ചെണ്ട തന്നെയാണോ നിങ്ങളെ തമ്മിൽ അടുപ്പിച്ചത്? അതെ, തീർച്ചയായിട്ടും ചെണ്ട തന്നെയാണ്. വളരെ ചെറിയ പ്രായത്തിലെ ചെണ്ടമേളത്തിൽ ഒരു തന്റെ ഇടമടയാളപ്പെടുത്തി, അത് വലിയ പ്രശസ്തരായ കലാകാരന്മാരുടെ അതെ സാർ, അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. പെരുമനം കുട്ടന്മാരാണ് അനുഗ്രഹീതനായ കലാകാരനാണ്. അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലാണ് ചെണ്ട പഠിച്ചത്. അതെ, അരങ്ങേറ്റം കുറിച്ചത് അദ്ദേഹത്തിന്റെ മുന്നിൽ തന്നെയാണ്. ഒരു കലാകുടുംബത്തിൽ ആണ് കുട്ടി ജനിച്ചത്. അതെ, വെച്ചാല് ഞാൻ മാത്രമാണ് വീട്ടിലെ കലാകാരി. അമ്മയുടെ പേര് രാജേശ്വരി എന്നാണ്. അച്ഛൻ ബാലകൃഷ്ണൻ. അച്ഛൻ കലാകാരനാണ്? ഇല്ല സാറേ, ഇല്ല. എങ്ങനെയാണ് ഈ ഒരു
മേഖലയിലേക്ക് എത്തിയത്? കാരണം ഞാൻ വളരെ ചെറുപ്പത്തിൽ മുതൽ 5ാം ക്ലാസ് മുതലാണ് ഇതിലേക്ക് കലയിലേക്ക് കടന്നു വരുന്നത് തന്നെ. അപ്പോ അവിടെ നിന്നാണ് സബ് ജില്ലാ കലോത്സവത്തിന് വേണ്ടി ചെണ്ട പഠിക്കുകയും. ആദ്യം ചെണ്ടയാണ്. ഡാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതെ അതെ അതെ. ആദ്യം അവിടെ വെച്ചാണ് 5ാം ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ ചെണ്ട കുറിച്ചത് തന്നെ. അതെ അതെ. അത് ജയൻ എന്ന് പറഞ്ഞ ജയൻ സാറിന്റെ കയ്യിലാണ് ഞാൻ ആദ്യമായിട്ട് ചെണ്ട പഠിത്തം കുറിച്ചത് തന്നെ. ഒരുപാട് സബ് ജില്ലാ കലോത്സവത്തിലൊക്കെ ഗ്രേഡ് ഒക്കെ നേടാൻ കഴിഞ്ഞു. അതെ അതെ അതെ. അങ്ങനെ പെൺകുട്ടികൾ കടന്നു വരാത്തൊരു മേഖലയാണല്ലോ. അതെ 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 തീർച്ചയായും. അതുകൊണ്ട് തന്നെ അന്ന് പത്രമാധ്യമങ്ങളിലൊക്കെ വളരെയേറെ കുട്ടികളെ അരങ്ങേറ്റവും അതിനുശേഷം ഉണ്ടായിരുന്ന പല പ്രകടനങ്ങളും വാർത്തയാവുകയും ഒരുപാട് അംഗീകരിക്കപ്പെടുകയും ചെയ്തു സമൂഹത്തിൽ. 101 കലാകാരന്മാരുടെ കൊട്ടാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി, ഒരു വനിതയായിട്ട്, ഒരു ലേഡിയായിട്ട്. അതൊക്കെ ഈ പെരുമനയുടെ ശിക്ഷണത്തിന് ശേഷമാണോ? അതെ, ഞാൻ പുറത്തുനിന്ന് പഠിച്ച് അദ്ദേഹത്തിന്റെ അമ്പലത്തിൽ എറണാകുളം ശിവക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അരങ്ങേറ്റം കുറിച്ചത് തന്നെ. അപ്പൊ അവിടെ വെച്ച് എന്റെ അമ്മയാണ് എന്നെ അതിലേക്ക് മുന്നോട്ട് കൊണ്ടുവന്നത്. എന്നെ അമ്മ അദ്ദേഹത്തിനോട് ചോദിക്കുകയും ചെയ്തു, ഇങ്ങനെ മോൾക്ക് അവതരിപ്പിക്കാൻ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം? ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു പെൺകുട്ടി ശിക്ഷയായിട്ട് കിട്ടുന്ന ആദ്യം. അതെ അതെ. അമ്മ എന്നോട് പറഞ്ഞു, നിനക്കൊരു നല്ലൊരു കാര്യം നാളെ വരുന്നുണ്ട്, നീ റെഡിയായി നിന്നോന്ന് എന്നോട് പറഞ്ഞു. അപ്പോ ഞാൻ അറിഞ്ഞില്ല എന്താന്ന്. പക്ഷെ അമ്പലത്തിൽ അന്ന് ചെന്നപ്പോഴാണ് അറിഞ്ഞത് അദ്ദേഹത്തിന് ഇവിടെ കൊട്ടാനുള്ള ഒരു അവസരം കുറിച്ച് തന്നത് അമ്മ തന്നെയാണ്. അതെ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം? ആദ്യമായിട്ട് വളരെ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. ഞാൻ ദക്ഷിണ വെച്ച് തന്നെ ഞാൻ വേദിയിൽ അവിടെ നിന്നു. പിന്നീട് എത്ര കാലം ചെണ്ട അദ്ദേഹത്തിന്റെ കീഴിൽ പരിശീലിച്ചിട്ടുണ്ട്? അദ്ദേഹത്തിനോട് കൊട്ടുകാരൻ ചെയ്തത്. പിന്നീട് ഞാൻ അവിടെ ക്ഷേത്രത്തിൽ തന്നെ കല പഠിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വേദികളിൽ അവതരിപ്പിച്ചു. അതെ അതെ, ഒരുപാട് വേദികളിൽ അവതരിപ്പിക്കാൻ പറ്റി. ഏതൊക്കെയാണ്? പെരുമനം കുട്ടന്മാരോടെയും പെരുമനം സതീശൻ, ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാർ, അങ്ങനെ നിരവധി ആൾക്കാരോടെ ക്ഷേത്രത്തിൽ കല അഭ്യസിക്കാൻ. ഹൈസ്കൂൾ പഠനം കഴിഞ്ഞ ശേഷമാണോ RLV-ലെത്തിയത്? അതെ അതെ, ഞാൻ +2 കഴിഞ്ഞിട്ട് BA ഭരതനാട്യത്തിനാണ് RLV കോളേജിൽ ചേർന്നത്. ഈ ഹൈസ്കൂൾ +2 പഠന കാലഘട്ടങ്ങളിൽ കലാരംഗത്ത് നൃത്തത്തിലൊക്കെ? അതെ, എല്ലാത്തിലും ചോറ്റാനിക്കര, ഗുരുവായൂർ, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ എനിക്ക് കല അഭ്യസിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഭരതനാട്യം അതിനു മുമ്പേ പരിശീലിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഭരതനാട്യമാണ് സർ മെയിൻ. എന്റെ സബ്ജക്ട് ഭരതനാട്യമാണ്. RLV കോളേജിൽ ഭരതനാട്യമാണ് BA എടുത്തത്. സബായിട്ടാണ് മോഹിനിയാട്ടം ഞങ്ങൾ അങ്ങനെ അഭ്യസിച്ചത്. അപ്പൊ ഈ RLV കോളേജിൽ എത്തുന്നതിന് മുമ്പേ ഭരതനാട്യം ഏതെങ്കിലും ഗുരുവിന്റെ കീഴിൽ? ഉണ്ട്. RLV ഷിൽന എന്ന് പറഞ്ഞ ടീച്ചറിന്റെ കയ്യിൽ പഠിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് കലോത്സവ വേദികളിലൊക്കെ ഗുണം ചെയ്തു. അതെ, ഗുണം ചെയ്തു. അതിനുശേഷം പിന്നീട് ഡിഗ്രി അവിടെ ചെന്നു. അതെ അതെ, ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി RLV കോളേജിൽ നിന്ന്. അങ്ങനെയായിരുന്നു ആ RLV കോളേജിലത്തെ ഒരുപാട്. ഇപ്പൊ നമുക്കറിയാം RLV രാമകൃഷ്ണനൊക്കെ ഇപ്പൊ അവിടുത്തെ അവിടെ പഠിച്ചാണ്. ഒരുപാട് കലാകാരന്മാർക്ക് വഴിവിളക്കായിട്ടുള്ള സ്ഥാപനമാണ്. അവിടുത്തെ ഒരു കലാപഠനത്തെ പറ്റി അത് ചില പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ ആണ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നുമില്ല, കലകൾ മാത്രമേ ഉള്ളൂ. ഒരു സൈഡിൽ നിന്ന് പാട്ട് കേൾക്കാം, ഒരു സൈഡിൽ നിന്ന് ചെണ്ടമേളം, ഒരു സൈഡിൽ കഥകളി, ഭരതനാട്യം, മോഹിനിയാട്ടം, അങ്ങനെ മൊത്തം മ്യൂസിക് അന്തരീക്ഷമാണ്. ഒരു മൊത്തം മുഴങ്ങി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് RLV കോളേജ്. 3 വർഷം ശരിക്കും അവിസ്മരണീയമായ ഒരു കാലമായിരിക്കും. അതെ അതെ അതെ. തുടർന്ന് PG ചെയ്തിരുന്നു? ഇല്ല സർ, BA ഭരതനാട്യം ചെയ്തു. പിന്നീട് ഭവൻസ് ഭാരതീയ വിദ്യാഭവനില് ഡാൻസ് അധ്യാപികയായിട്ട് തുടരാനുള്ള ഒരു ഭാഗ്യം. അത് കഴിഞ്ഞ ഉടനെ ജോലി കിട്ടി. വീട്ടിലെ അന്തരീക്ഷത്തൊക്കെ കാരണം അങ്ങനെ ഒരു അങ്ങോട്ട് വഴി തിരിച്ചു. ഭാരതീയ വിദ്യാഭവനിലെ ടീച്ചറായിട്ട് എത്ര? 6 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു. അതിനിടയിലാണ് വിവാഹം? അതെ അതെ, അതിന്റെ ഇടയിൽ വിവാഹമാണ്. അപ്പൊ ഈ വിജേഷിനെ എവിടുന്ന പരിചയപ്പെടുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അമ്പലങ്ങളിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതെ അതെ അതെ, പിന്നെ ഞങ്ങൾ കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. അതെ അതെ, കാസർഗോഡേക്ക് വരുന്നതോട് കൂടിയിട്ട് ജോലി ഒഴിവാക്കി? അതെ അതെ, റിസൈൻ ചെയ്യേണ്ടി വന്നു. പിന്നെ മോനിപ്പോ 3.5 വയസ്സായി. അപ്പൊ അതൊക്കെ കൊണ്ട് ഇപ്പൊ തൽക്കാലം ഞാൻ അവിടെ റിസൈൻ ചെയ്തൊക്കെയാണ്. ഇവിടെ എത്തിയ ശേഷം ഈ കലാപ്രവർത്തനം എങ്ങനെയായിരുന്നു? വളരെയധികം സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത്രയും അധികം സപ്പോർട്ടായിരുന്നു. പ്രത്യേകിച്ചിട്ട് ചെറുവത്തൂര് VV സ്മാരക കലാവേദി എന്ന് പറഞ്ഞ ഒരുപാട് കലാകാരന്മാർക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരുപാട് കലാകാരന്മാരുള്ള ഒരു മണ്ണ്. അതായത് പ്രത്യേകിച്ച് എടുത്തു പറയാനാണ് VV സ്മാരക കലാവേദിയിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് എനിക്ക് പ്രോഗ്രാം ചെയ്യാനൊക്കെ. ഇവിടെ ഏത് വർഷമാണ് വിവാഹം കഴിച്ചു ഇവിടെ എത്തിയത്? 2018. 2018 ഏകദേശം ഒരു 6 വർഷക്കാലം കാസർഗോഡായി. അപ്പൊ ആ വന്ന കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഈ കലാപ്രവർത്തനം എങ്ങനെയായിരുന്നു?
എനിക്ക് ആദ്യം വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഡാൻസ് പ്രോഗ്രാം ചെയ്യാൻ എന്നെ വിളിച്ചത്. അതെ അതെ. പിന്നെ ചക്രാപുരം ക്ഷേത്രം ഭരതനാട്യം അവതരിപ്പിച്ചു. പിന്നെ വി സ്മാരക കലാവേദിയിലൊക്കെ അവതരിപ്പിക്കാനുള്ള അതെ അതെ 2-3 പ്രാവശ്യം അവിടെ പ്രോഗ്രാം ചെയ്തു ഭരതനാട്യം. പിന്നെ ജഡ്ജ്മെന്റിന് വിളിച്ചിട്ടുണ്ടായിരുന്നു കണ്ണൂര് കലോത്സവങ്ങളിലൊക്കെ. അങ്ങനെ ഒരു ഭാഗ്യം കൂടി. ഇവിടുത്തെ ഈ കലാ സാംസ്കാരിക രംഗത്തെ ആൾക്കാർ ഉണ്ണിരാജന്റെ തൊട്ടടുത്ത് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഒരു പിന്തുണയും പ്രോത്സാഹനമൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഉണ്ണിയേട്ടന്റെ ഭാഗത്തു നിന്നായാലും അലങ്കാരം നെറ്റിപ്പട്ടത്തിനൊക്കെ എന്തുണ്ടെങ്കിലും ചേട്ടൻ സ്റ്റാറ്റസ് ഇടും. ഒരുപാട് സപ്പോർട്ടിംഗ് ആണ് ചേട്ടൻ ചെയ്യുന്നത് തന്നെ. പിന്നെ അതേപോലെ കൃഷ്ണേട്ടനായാലും അങ്ങനെ ഒരുപാട് പേര് പിന്തുണ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോഴും ഈ നിമിഷം വരെ ഉണ്ട്. വിജേഷിന്റെ ഈ കുടുംബം പഴയ ഒരു തായമ്പക പാരമ്പര്യമുള്ള വളരെ പ്രസിദ്ധമായ ഒരു കുടുംബമാണ്. തീർച്ചയായിട്ടും ഇവര് മാരാരാണ്. അപ്പോ ക്ഷേത്ര കലാവാദികളും എല്ലാം പഞ്ചവാദ്യം, തായമ്പക. അങ്ങനെ ഒരു വാദ്യകലാ കുടുംബത്തിലേക്ക് എത്തിയപ്പോ ഇവിടെ വെച്ചിട്ട് വീണ്ടും ഈ വാദ്യകല ഇടക്ക് നിന്നുപോയ അതില് പിന്നീട് തുറന്ന് പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ പോകാനോ ആ മേഖലയിൽ പോകാനോ പറ്റിയില്ല? എനിക്ക് ബാക്കി എല്ലാത്തിലും ഡാൻസ്, ഭരതനാട്യം അങ്ങനെയെല്ലാം മുന്നോട്ട് വരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ ചെണ്ട ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. കാരണം മോനൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ തായമ്പക ഒരുമിച്ച് ദമ്പതി തായമ്പക ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അതെ, രണ്ടുപേരും ചെയ്യാത്തതാണ്. അതെ അതെ അതെ. അപ്പൊ അത് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ പുതിയ ആഗ്രഹം. അതിനിടയിലാണ് വിജേഷിന്റെ അസുഖവും ഇതൊക്കെ ആയിട്ട് നിങ്ങളുടെ കലാപ്രവർത്തനത്തിനൊക്കെ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു? അതെ തീർച്ചയായിട്ടും. 6 വർഷമായിട്ട് വിജേഷ് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ട്രീറ്റ്മെന്റിലാണ്. ഞങ്ങൾ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ വെച്ചാണ് അവിടെ ട്രീറ്റ്മെന്റ് എല്ലാം. ഇതിപ്പോ സെക്കൻഡ് സർജറിയാണ്, 2ാമത്തെ സർജറിയാണ്. റേഡിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ പൂർണ്ണമായിട്ടും ഇതൊക്കെ നിന്നിട്ടുണ്ടാവും. ശരിക്കും ജീവിതം തന്നെ ഒരുതരം അനിശ്ചിതത്വത്തിലായി എന്ന് തോന്നിയിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും സാർ. കാരണം ഈ നവംബറിലാണ് സെക്കൻഡ് സർജറി കഴിഞ്ഞത്. സെക്കൻഡ് സർജറി കഴിഞ്ഞു. ഗ്രേഡ് 2 ആണ് കാണിച്ചത്. അപ്പൊ അവര് പറഞ്ഞു റേഡിയേഷൻ വേണം, 30 റേഡിയേഷൻ വേണം എന്ന് പറഞ്ഞു. നവംബർ ഡിസംബറിൽ ഞങ്ങൾ 30 റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 റേഡിയേഷൻ ആയപ്പോ നമ്മള് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ദൈനികം. ഒരുപാട് രോഗികളുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ സ്ഥിരം കാണുന്ന ഒരാളും 30 ദിവസവും കാണുന്ന എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു വിഷമം പിടിച്ചു. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്. ഒരു 10 റേഡിയേഷൻ ആയപ്പോൾ ഞങ്ങൾ ഭയങ്കര സാമ്പത്തികമായിട്ടായാലും വളരെ ഒരു ബുദ്ധിമുട്ടിലിരിക്കാൻ നേരത്ത് പിന്നെ ആൾക്കാരുടെ സഹകരണം കൊണ്ടാണ് ഈ സർജറി. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്. എന്റെ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു എന്റെ മനസ്സിൽ ഇത് ഉണ്ടായത്. അലങ്കാര ഇതെങ്ങനെയാണ് ഒരു ആഗ്രഹം മനസ്സിലേക്ക് വരാൻ ഇടയായത്? അതെന്ന് വെച്ചാൽ ഈ ഇത് തന്നെയാണ്, ഹോസ്പിറ്റൽ അന്തരീക്ഷം തന്നെയാണ്. കാരണം ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് ഞങ്ങൾ. അത്രയ്ക്കും ഞങ്ങൾ ഭയങ്കര മാനസികമായിട്ട് തകർന്നു. ആണത്. അപ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് ഇരിക്കാൻ നേരത്തെ എനിക്ക് പെട്ടെന്ന് ഒരു മനസ്സിലാശയം വന്നതാണ്, ഇത് ചെയ്യണം. ഇത് ഇനി അങ്ങനെ വെറുതെ ഇരിക്കാൻ ഇനി പറ്റില്ല. മനസ്സിൽ നിന്ന് ഉള്ളിൽ ആരും ഇങ്ങനെ പറയുന്ന പോലെ ഇനി പറ്റില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പെട്ടെന്നാണ് എനിക്ക് ഈ ആശയം എന്റെ മനസ്സിൽ ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയാണ് എനിക്ക് ഈ ആശയം തോന്നിയത്. അപ്പൊ അങ്ങനെ വിജേഷ് റേഡിയേഷൻ കഴിഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങി വരാൻ നേരത്തെ ഞാൻ ഓടിച്ചു നോക്കി. ഞാൻ പറഞ്ഞു, വിജേഷ് ഏട്ടാ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, അത് എനിക്ക് സാധിച്ചു തരണം. അപ്പൊ എന്നോട് ചോദിച്ചു എന്താന്ന് ചോദിച്ചു. എനിക്ക് ഈ അലങ്കാരം നെറ്റിപ്പട്ടം ചെയ്യണം. വിജേഷ് അപ്പൊ തന്നെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എന്റെ എല്ലാ സപ്പോർട്ടിങ്ങും നിനക്കുണ്ട്, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. അന്നാണ് ഞാൻ ഇതിനുള്ള സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്യുന്നതും സാധനങ്ങളെല്ലാം ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് എടുക്കുന്നത്. അന്ന് ആദ്യമായിട്ട് ഒരടി നെറ്റിപ്പട്ടം ചെയ്തു. എന്റെ എറണാകുളം വീട്ടിൽ വെച്ചാണ് ഞാൻ തുടങ്ങിയത്. കാരണം ട്രീറ്റ്മെന്റിന് ഭാഗമായിട്ട് ഞങ്ങൾ എറണാകുളത്ത് തന്നെയാണ് നിന്നത്. അപ്പോ ഒരടി നെറ്റിപ്പട്ടം ചെയ്തു. പിന്നീട് ഇത് ചെയ്യാനുള്ള ഇതിന്റെ മെത്തേഡ് എങ്ങനെയാണ് പഠിച്ചത്? തീർച്ചയായിട്ടും സാർ, ഞാനിത് ഫോട്ടോ നോക്കിയിട്ടാണ് ഞാൻ ശരിക്കും ഇത് പഠിച്ചത് ഓൺലൈനായിട്ട്. കാരണം എനിക്ക് ഇതിനു മുന്നേ ഇത് അറിയില്ലായിരുന്നു. അപ്പൊ ഞാനിത് ഒരുപാട് ഒറ്റയ്ക്ക് തന്നെ ചാർജ് ചെയ്തത്. കാരണം എന്താ, തീർച്ചയായിട്ടും ക്ഷമ വേണം. പിന്നെ നമ്മള് നടക്കാതെ ഒന്നും ഇല്ലല്ലോ. നമ്മൾ എന്ത് വിചാരിച്ചാലും അതിന് നല്ല പോലെ പ്രതിജ്ഞ എന്താ പറയാ, ആഗ്രഹിച്ചാൽ എല്ലാം നടക്കാത്തൊന്നും ഇല്ല. അപ്പൊ അതൊരു വലിയ സന്ദേശമാണ്, ജീവിതം പഠിപ്പിച്ച ഒരു സന്ദേശമാണ്. തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അത് നമുക്ക് ലഭിക്കണം, അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കണമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് യാഥാർത്ഥ്യമാക്കാൻ പറ്റും. ആൽക്കെമിസ്റ്റിൽ പോലോ പറയുന്നുണ്ട്. അതെ അതെ അതെ. അപ്പൊ എനിക്ക് അങ്ങനെ ഞാൻ അവിടെ നിന്ന് തുടങ്ങിയതാണ്. അങ്ങനെ 2 അടി നെറ്റിപ്പട്ടം അങ്ങനെ സെയിലായി. ഞാൻ ഡിസംബർ മാസത്തിലാണ് ഇത് ഞാൻ ശരിക്കും തുടങ്ങിയത്. ഇപ്പോ അതെ അതെ.
ഡിസംബർ 19 നെറ്റിപ്പട്ടം എനിക്ക് സെയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ഉണ്ട്. എനിക്ക് ഓൺലൈൻ ബിസിനസ്സും ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ പേജിലുണ്ട്. ഇൻസ്റ്റാഗ്രാമില് നടന കൈലാസം, മറ്റേ യൂട്യൂബില് പാർവതി വിജേഷ്. അതെ അതെ, എല്ലാം പുറത്ത്. ഇപ്പൊ ഛത്തീസ്ഗഡിലേക്ക് 1.5 അടി നെറ്റിപ്പട്ടം പോയി ഈ ഒരു ഇതില്. പിന്നെ ബോംബെയിലേക്ക് ഇപ്പൊ ഇന്ന് 8:30 പോകാനുള്ള 2 ഐറ്റം ഉണ്ട്. വാൽക്കണ്ണാടി 2 ഐറ്റം ബോംബെയിലേക്ക് പോവാൻ ചെയ്യും. ഇതൊക്കെ ആ രീതിയിൽ വന്ന ഓർഡറാണ്. യൂട്യൂബ്. അതെ അതെ, തീർച്ചയായിട്ടും. അതെ അതെ, പിന്നെ ആൾക്കാരുടെ സപ്പോർട്ടിങ്ങും എല്ലാം. ഇത് ഈ തിടമ്പോ അതെ അതെ കുറച്ചുകൂടി സ്ട്രെയിനുള്ള തീർച്ചയായും ക്ഷേത്രകലയിൽ പെടുന്ന തന്നെയാണല്ലോ തിടമ്പ്. ഭഗവാന്മാരുടേത്. ഈ ഡിസൈനും ഇതിന്റെ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ പുറത്തു? അതെ, തൃശ്ശൂരിൽ നിന്നാണ് ഞങ്ങൾ വരുത്തിക്കാറ്. അവിടെ എല്ലാം ഒറിജിനൽ കിട്ടും. ഇത് ഒരു സംഭവം രൂപപ്പെടുത്തിയെടുക്കാൻ ഏകദേശം എത്ര സമയം എടുക്കും? അത് ഓരോ നെറ്റിപ്പട്ടം അടി അനുസരിച്ചാണ്. 1 അടി മുതൽ 6 അടി വരെ നെറ്റിപ്പട്ടം വരുന്നുണ്ട്. വലിയ നെറ്റിപ്പട്ടം ആണെങ്കിൽ 5 അടി മുതലാണെങ്കിൽ ഒരാഴ്ച 5 ദിവസം പിടിക്കും. ചെറിയ നെറ്റിപ്പട്ടാണ് 1.5 അടി നെറ്റിപ്പട്ടാണെങ്കിൽ 2 ദിവസം പിടിക്കും. ഈ തിടമ്പൊക്കെ 2 ദിവസം മതി. അതെ അതെ. അങ്ങനെയല്ല സാർ, രാവിലെ ഇപ്പോ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യും. മോനെ അംഗനവാടിയിൽ വിട്ടിട്ട്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ വീട്ടുകാരെ എല്ലാവരും സപ്പോർട്ട് ഉള്ളതുകൊണ്ട്, അമ്മയുടെ സപ്പോർട്ടും അമ്മൂമ്മയുടെ സപ്പോർട്ടും എല്ലാവരും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇതെനിക്ക് നല്ലപോലെ ചെയ്യാൻ കഴിയുന്നു. അത് തന്നെ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആണ്. അതെ അതെ, ഇതിന്റെ കസ്റ്റമേഴ്സ് ആയിരിക്കും എടുത്തുകൊണ്ടിരിക്കുന്നവരുടെയൊക്കെ ഒരു പിന്തുണ തീർച്ചയായിട്ടും. അതെ അതെ അതെ. അപ്പൊ എനിക്ക് ആ ഹോസ്പിറ്റലിൽ വെച്ചാണ് ഇത് ചെയ്യാനുള്ള ഒരു ആശയം തന്നെ കിട്ടിയത്. എന്നെ ജീവിതം തന്നെ വഴി തിരിച്ചത് അവിടെ വെച്ചായിരുന്നു. ഈ ഒരു ഇതിലേക്ക് തിരിഞ്ഞത് തന്നെ. ഇത് അലങ്കാര നെറ്റിപ്പട്ടാണ്. 1 അടി മുതൽ 2 അടി 6 അടി വരെ നമുക്ക് വരുന്നുണ്ട്. ഇതിപ്പോ 3 അടിയുടെ അലങ്കാര നെറ്റിപ്പട്ടമാണ്. ഐശ്വര്യത്തിന് വേണ്ടിയാണ് നമ്മൾ വീടുകളിൽ ഇത് തൂക്കുന്നത് തന്നെ. ഇതിൽ ഓരോ അടിസ്ഥാനങ്ങളുണ്ട്. ഇത് ലക്ഷ്മി, സരസ്വതി, പാർവതി, പഞ്ചഭൂതങ്ങൾ 5, പിന്നെ സപ്തഋഷി, നവഗ്രഹങ്ങൾ എന്ന് പറയും. നവഗ്രഹങ്ങൾ, ഗണപതിക്ക് നമ്മൾ വച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ത്രിമൂർത്തികളാണ്. ബ്രഹ്മാവ് എന്നുള്ള സങ്കല്പമാണ്. ഇത് ചന്ദ്രക്കല, ഭഗവാൻ ശിവന് സങ്കല്പിച്ചുകൊണ്ടുള്ളതാണ് ചന്ദ്രക്കല. ഇതൊക്കെ നക്ഷത്രങ്ങളെ സൂചിപ്പിക്കുന്നു. നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും ചെയ്യാം. കസ്റ്റമേഴ്സിന്റെ ഓർഡർ അനുസരിച്ച് ഇതിൽ സൈഡ് കളറിന് ചേഞ്ച് കൊടുക്കാം. ഇത് കുഞ്ചലം ലാസ്റ്റ്. അപ്പൊ ഇപ്പൊ മറ്റ് സംഭവങ്ങളെല്ലാം നിന്നിട്ടല്ലേ? മോഹിനിയാട്ടം, ഭരതനാട്യം, ഇടയ്ക്ക അല്ലെ? വരയ്ക്കുമായിരുന്നു സാർ, വരയ്ക്കുമായിരുന്നു. പിന്നെ ഡാൻസ് ഉണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ. ഇവിടെ തന്നെ ചീമേനി, കാലിക്കടവ്, പിന്നെ വീട്ടിൽ തന്നെ ഉണ്ട്. ഈ ചിത്രകല ഉണ്ട്. ഞാനത് അതുപോലെ പഠിച്ചിട്ടില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ വരയ്ക്കുമായിരുന്നു. ഒരുപാട് ചുമര് ചിത്രമൊക്കെ. അതെ അതെ, വീട്ടിൽ തന്നെ ഗണപതി, മുരുകൻ, അങ്ങനെയൊക്കെ. അതൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു എറണാകുളത്തെ കലാന്തരീക്ഷമായിരിക്കും. അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ എന്റെ അമ്മയുടെ സപ്പോർട്ട്, എന്റെ അമ്മ രാജേശ്വരി, അമ്മയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ. അമ്മ ചെയ്യുമായിരുന്നു? അല്ല, അമ്മയ്ക്ക് വളരെ ആഗ്രഹമായിരുന്നു. അമ്മയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്നെ കൊണ്ട് എല്ലാം ചെയ്യണം, അമ്മയ്ക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്യണം. കാൻഡിഡേറ്റ് ആയിട്ട് പഠിക്കുന്ന കാലത്ത് അതെ അതെ, സ്റ്റുഡൻസ് പോലും മോഹൻലാലിന്റെ ഒക്കെ കൂടെ അതെ 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 ഒരു ഫോട്ടോയിലൊക്കെ ഉണ്ട്. അതെ അതെ, അത് അതിന് ഇടയായ സംഭവം ഫസ്റ്റ് സ്റ്റുഡൻസ് പോലീസ് ഫസ്റ്റ് ബാച്ച് ആയിരുന്നു ഞങ്ങളുടെ. അത് ഞാനൊരു 8th സ്റ്റാൻഡേർഡിൽ ക്ലാസ്, ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ, സൗത്ത് എറണാകുളം, അവിടെ വെച്ചായിരുന്നു. അപ്പൊ ഒരു 5 പേരെ സെലക്ട് ചെയ്തു. അതിൽ എനിക്കൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പൊ മോഹൻലാലിലൂടെ ഒരു സന്ദേശം ഏറ്റുവാങ്ങാനുള്ള ഒരു അവസരം കിട്ടി. അതെ അതെ. ഇങ്ങനെ പിന്നീട് ആ മേഖലയിൽ പോയില്ല? ഇല്ല, എനിക്ക് ഇല്ല. അത് 3 വർഷത്തെ ഒരു ഇതായിരുന്നു. അല്ല, പിന്നീട് കലാമേഖലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇത് നോക്കിയത്. അങ്ങനെ കൂടുതൽ ഇഷ്ടം കലയിലേക്ക് തന്നെയാണ്. അതെ അതെ അതെ. അപ്പൊ ഇപ്പൊ പിന്നെ ഇവിടെ കാര്യമായിട്ട് ഇപ്പൊ ഈ അലങ്കാര നെറ്റിപ്പട്ടം, പോലെ അലങ്കാര വസ്തുക്കൾ, ഇതിന്റെ നിർമ്മാണം, അതിന്റെ ഒരു വിപണനം, അതാണ് ഇപ്പൊ പ്രധാനമായിട്ട് നമ്മുടെ ഔദ്യോഗിക നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വരുമാന മാർഗം. തീർച്ചയായിട്ടും. പിന്നെ ഈ കുട്ടികളുടെ പഠനം, എത്ര കുട്ടികൾ ഇപ്പൊ ഉണ്ട് കൂടെ പഠിക്കാൻ? ഏകദേശം ഒരു 40 പേരെങ്കിലും ഏകദേശം ഉണ്ട്. 2 ബാച്ചായിട്ടാണ്. അമ്മമാരുടെ ബാച്ചും ഉണ്ട്, അമ്മമാരുണ്ട്, മുതിർന്നവരും ഉണ്ട്, കുട്ടികളും ഉണ്ട്. അവരെ ഏകദേശം എത്ര പ്രായമുള്ളവരുണ്ട്? ഏകദേശം റിട്ടയർഡ് ആയ ആൾക്കാരൊക്കെ. അതിൽ ഏതൊക്കെ പരിശീലനം നടത്തുന്നത്? ഭരതനാട്യം. തീർച്ചയായിട്ടും അവരും കലയിൽ ഇൻവോൾവ്. പ്രത്യേകിച്ച് അതിനോട് താല്പര്യമുള്ള കുറെ ആൾക്കാർ. അതെ അതെ അതെ. ചീമേനി ഭാഗത്തായാലും എല്ലാവരും.
ചീമേനി ക്ലാസ് അവിടെ സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ല മറ്റുള്ളൊരു സാറിന്റെ കീഴിലാണ്. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്? അത് സിംഫണി എന്നാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, രാജമാഷിന്റെ ഇതിലാണ് എടുക്കുന്നത്. പിന്നെ ഇവിടെ കാലിക്കടവിൽ ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്നു. അവിടെയൊക്കെ എങ്ങനെയാ കുട്ടികള് ഏതെല്ലാം ദിവസം അവിടെ പോവാ? അവിടെ ഞായറാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ 2 ബാക്കി സമയം ഇതിനായിട്ട് ചെലവഴിക്കും. അതെ അതെ അതെ. അതുപോലെ തന്നെ അത്യാവശ്യം പാടാനറിയാം. അതെ അതെ അല്ലേ? ഒരു പാട്ട് പാടിക്കൂടെ? തീർച്ചയായിട്ടും. ഞാൻ സോപാന സംഗീതം അതിൽ അഭ്യസിച്ചിട്ടുണ്ടല്ലോ. അതെ അതെ. ശിവ ശിവ മഹേശ ശംഭോ ശ്രീനീലകണ്ഠ ശിവപാദം വണങ്ങിടുന്നേ. ശിവ ശിവ മഹേശ ശംഭോ ശ്രീനീലകണ്ഠ ശിവപാദം വണങ്ങിടുന്നേ. ശിവനില്ലാതില്ലാരും ശിവനെയോർപ്പിലെല്ലാരും ശിവനില്ലാതില്ലാരും ശിവനെയോർപ്പിലെല്ലാരും ശശികലാധര പശുപതി ഹിമ ഗിരിജനായക കരുണ സിന്ധു. ശശികലാധര പശുപതി ഹിമ ഗിരിജനായക കരുണ സിന്ധു. ശിവ ശിവ മഹേശ ശംഭോ ശ്രീനീലകണ്ഠ ശിവപാദം വണങ്ങിടുന്നേ. പുലിത്തോലും അരയിൽ ചാർത്തി പുലിത്തോലും അരയിൽ ചാർത്തി ഭസ്മകുളികൾ ഗളത്തിൽ ആഭരണമാക്കി ജലത്തെ നിത്യവും താങ്ങി ഇരിക്കും നീലകണ്ഠന്റെ ജലത്തെ നിത്യവും താങ്ങി ഇരിക്കും നീലകണ്ഠന്റെ കാൽത്തളേർമതാരിലെപ്പോഴും ഓർപ്പതിന്നരുളേണമേ വരു. ശിവ ശിവ മഹേശ ശംഭോ ശ്രീനീലകണ്ഠ ശിവപാദം വണങ്ങിടുന്നേ. ശ്രീനീലകണ്ഠ ശിവപാദം വണങ്ങിടുന്നേ. ഈ സോപാന സംഗീതം ആരിൽ നിന്നാണ് അഭ്യസിച്ചത്? കൊട്ടാരക്കര സംഗീതമാരാരോ അടുത്തുനിന്നാണ് ഞാനിത് പഠിച്ചത്. എറണാകുളം ശിവക്ഷേത്രത്തിൽ നിന്ന് അരങ്ങേറ്റം കുറിച്ച്. പിന്നീട് ഇത് കുറെ വേദികളും അതെ ഒരുപാട് ഇവിടെ ചെറുത്തൂർ വീരഭദ്ര അതെ ഇവിടെ ചെയ്തിട്ടുണ്ട്. വീരഭദ്രസ്വാമി ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇടയ്ക്കയും പരിശീലിച്ചിട്ടുണ്ട്. അതെ അതെ ഇടയ്ക്ക് പരിശീലിച്ചിട്ടുണ്ട് സാർ. അതെ അതെ സോപാന സംഗീതവും ഇടയ്ക്കും കൂടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതെ അതെ രണ്ട്. അപ്പോ ഉദിച്ചൈതന്യ സ്വാമിജിയുടെ 2018 എനിക്ക് നല്ല കലാകാരിക്കുള്ള ഒരു അവാർഡ് വാങ്ങാനുള്ള ഒരു ഭാഗ്യം കിട്ടി. മറ്റ് അംഗീകാരങ്ങൾ സർക്കാർ തലത്തിലോ നൃത്തത്തിലെ അതെ കലോത്സവങ്ങൾക്കാണ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓൾ റൗണ്ട് എന്നുള്ള ഒരു കലാകാരിയിലാണ് സ്വാമിജി ഉദിച്ചൈതന്യ സ്വാമിജി അതെ അതെ അത് സോപാന സംഗീതം അവിടെ അവതരിപ്പിക്കാൻ ആ ഒരു വലിയൊരു വേദിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു ഭാഗ്യവും കിട്ടിയിട്ടുണ്ട്. അതെ 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 ഗുരുവായൂര് ചോറ്റാനിക്കര ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഭരതനാട്യം ആയാലും ചെണ്ടയായാലും എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ചെണ്ട ഒരുപാട് വേദികളിൽ കുട്ടി അപ്പൊ അതില് ഒരുപക്ഷെ പലാവൂരിനെ പോലുള്ള അങ്ങനെയുള്ള പ്രശസ്തരായ ആൾക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റും. മട്ടന്നൂരിന്റെ കൂടെയൊക്കെ അങ്ങനെ പരിചയപ്പെടാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ പെരുമനം തന്നെ ഏറ്റവും വലിയ അത് തന്നെ ഏറ്റവും വലിയ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അദ്ദേഹത്തിന്റെ കൂടെ കൊട്ടാൻ കഴിയാന്ന് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. അതുപോലെ പാർവതി കഥകളിയും പരിശീലിച്ചിട്ടുണ്ട്. അതെ അതെ ഉണ്ട്. കഥകളെ അവതരിപ്പിച്ചിട്ടുണ്ട് സാർ. അതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അതിലേക്ക് എത്തിയത് തന്നെ ഇതാണ്. വളരെ ചെറുപ്പം മുതൽ വളരെ ഇഷ്ടമാണ്. കാരണം എവിടെ കഥകളി ഉണ്ടെങ്കിലും ഞാനും
പോയി കാണും. അതെ, ഫ്രണ്ടിലുണ്ടാവും കഥകളിയുടെ. അതെ അതെ അതെ. അപ്പൊ ഒരുപാട് ഇതുണ്ട്. അത് ഓരോ കഥ, ദുര്യോധന വധം, എന്താ പറയാ, രുക്മിണി, അങ്ങനെ ഒരുപാട്. അപ്പൊ എനിക്ക് വളരെ ഇതുണ്ട്. അപ്പൊ ഞാൻ അവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും, ഇത് കാണാൻ റെഡി ആയിട്ടുണ്ടാവും. കലാമണ്ഡലത്ത് പോയിട്ടുണ്ട്. കഥകളി പരിശീലിപ്പിച്ച ആദ്യമായിട്ട് ഏത് കഥയാണ് അവിടെ? ദുര്യോധന വധത്തില് എനിക്ക് കൃഷ്ണനായിട്ടുള്ള ഒരു വേഷമാണ് കിട്ടിയത്. അത് എനിക്ക് പുരുഷ വേഷത്തിലൂടെ വളരെ എനിക്ക് താല്പര്യമായിരുന്നു. അപ്പൊ അങ്ങനെ, അപ്പൊ മാഷ് പറഞ്ഞു നിനക്ക് ഹൈറ്റ് ഉണ്ട്, അപ്പൊ നിനക്ക് എന്തായാലും ഇത് കൃഷ്ണവേഷം തന്നെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തതാണ്. ഗുരുനാഥൻ 2 പേരുണ്ടായിരുന്നു. ഒന്ന് സദനത്തിൽ പഠിച്ചൊരു മാഷ് ഉണ്ടായിരുന്നു, പിന്നെ സദൻ വിജയൻ ഉണ്ടായിരുന്നു. അപ്പോ ഗുരുവായൂരായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ അരങ്ങേറ്റം വെച്ചത്. അപ്പോ അത് 50ാമത്തെ ഒരു സഭാപതിയുടെ കൂടെ ഞങ്ങൾക്ക് ചെയ്യാൻ, കാരണം ഫേമസ് ആയ ഒരാളാണ് സഭാപതി. അദ്ദേഹത്തിന്റെ 50ാം വാർഷികം കഥകളിയിലേക്ക് അന്ന് ഗുരുവായൂർ വെച്ച് നടക്കാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനായിരുന്നു ഞങ്ങളുടെ അരങ്ങേറ്റം വെച്ചത് തന്നെ. അപ്പൊ ആ ഒരു മാസമുള്ളപ്പോ, പ്രോഗ്രാമിന് ഒരു മാസമുള്ളപ്പോ ഞങ്ങളുടെ മാഷ് മരണപ്പെട്ടു. അപ്പോ അത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഇപ്പൊ ഇനി ഗുരുവായൂർ കളി നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന് പകരം വേറൊരു കൃഷ്ണന്റെ അമ്പലത്തില് ഇത് നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് തന്നെ, അതെ, അവിടെ വെച്ചായിരുന്നു അരങ്ങേറ്റം. അപ്പൊ അവിടുന്ന് വേറൊരു മാഷിനെ ഞങ്ങക്ക് പഠിക്കിട്ടി. മാഷാണ്. ഒരു മാസം കൊണ്ടാണ്, സദനം വിജയൻ എന്നാണ്, സദനം വിജയൻ മാഷ്. അതെ, ഒരു മാസം കൊണ്ടാണ് ആ ഒരു ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഒരു മാസം കൊണ്ട് എനിക്ക് പഠിച്ചെടുത്തു, അരങ്ങേറ്റം നടത്താനുള്ള ഒരു ഭാഗ്യം കിട്ടും. പിന്നെ ഒരു ചെറിയൊരു അനുഭവം എനിക്ക് അവിടെ നിന്ന് എനിക്ക് അത് പറയാനുണ്ട്. എന്നുവെച്ചാല് ഞങ്ങൾ അണിയറയിൽ എല്ലാം എന്താ പറയാ, ചമയൊക്കെ ചെയ്തു, വേഷമൊക്കെ ചെയ്തു. അപ്പോ കൃഷ്ണവേഷം ആയത് കൊണ്ട് തന്നെ ചെത്തിപ്പൂവും തുളസി മാല വേണം എന്ന് പറഞ്ഞു. അപ്പൊ മാല അന്ന് കിട്ടിയില്ല ഞങ്ങക്ക്. അപ്പൊ അതൊരു വളരെ ഒരു വിഷമമുണ്ടായ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോ ദീപാരാധന കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഈ അരങ്ങേറ്റം കുറിച്ചത് തന്നെ. അപ്പൊ അങ്ങനെ ഇരിക്കെ തന്നെ ഞാൻ അണിയറ അവിടെ തന്നെ നിൽക്കുകയാണ്. അമ്മ അമ്പലത്തില് ദീപാരാധന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ അരങ്ങേറ്റത്തിന് തൊട്ട് മുന്നേ. അപ്പോ നട തുറന്നപ്പോ കൃഷ്ണന്റെ അമ്പലമാണല്ലോ, വേഗം അവിടുത്തെ ആ സ്വാമി പൂജാരി വേഗം കൃഷ്ണന്റെ കഴുത്തിൽ കിടന്ന ചെത്തിപ്പൂവും തുളസി അമ്മയുടെ കയ്യിലേക്ക് വേഗം കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മോളെ കൊണ്ട്. ആരും പറഞ്ഞിട്ടില്ല, എനിക്ക് ഒരു അനുഭവം അങ്ങനെ ആരും ചോദിച്ചിട്ടുമില്ല. ഇത് എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്ക് ഇപ്പോഴും ഈ നിമിഷം മനസ്സിലായില്ല. തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹം തന്നെയാണ് ശരിക്കും എന്നെ സംബന്ധിച്ച്. അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു, മറക്കാൻ. പിന്നെ ഞാൻ BA ഭരതനാട്യം ആ ടൈമിൽ, ഭരതനാട്യത്തിലൂടെ പണ്ടേ മുതൽ താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഞാനത് സ്പെഷ്യലൈസ് ചെയ്തത് തന്നെ. അതിന്റെ കൂടെ തന്നെയാണ് ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് വെളുപ്പിന് 6 മണിക്കാണ് ക്ലാസ്. അപ്പൊ അതിനു വേണ്ടി ക്ലാസ്സിൽ പോകും. പിന്നീടാണ് ഞാൻ കോളേജിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് അരങ്ങേറ്റം കഴിഞ്ഞോടെ എനിക്ക് പിന്നെ ഇത് പറ്റിയിട്ടില്ല, പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുടുംബം വീട്ടില് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനിപ്പ ഇല്ല. അമ്മയാണ്, അമ്മയുണ്ട് വീട്ടിലെ, അമ്മാവൻ, പിന്നെ അമ്മയുടെ അനിയത്തി. അമ്മയുടെ പേരെന്താ പറഞ്ഞ? അമ്മയുടെ പേര് രാജേഷ്. അതെ, അമ്മാവന്റെ പേര് രാജശേഖരൻ. ഇവിടെ ഭർത്താവിന്റെ വീട്ടില് ഭർത്താവിന്റെ അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്. അമ്മയുടെ പേര് ഉഷ എന്നാണ്, അമ്മൂമ്മയുടെ പേര് കല്യാണി. പിന്നെ സഹോദരി ഉണ്ട്, ശ്രീവിദ്യ എന്നാണ് പേര്. പിന്നെ ഭർത്താവ് വിജേഷ്, മോൻ കാശിനാഥ്. ഇവരെല്ലാം ഒന്നിച്ചാണ് താമസം? അതെ, അനീതിയുടെ കല്യാണം കഴിഞ്ഞ് അവര് വേറെ വീട്ടില്. അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് അത് എനിക്ക് ഏറ്റവും വലിയ എന്റെ കിട്ടിയ ഭാഗ്യം തന്നെ. അവരോട് ഒരുപാട് സപ്പോർട്ടിങ് അവർ എനിക്ക് തരുന്നുണ്ട്. ഇത് അലങ്കാരം നെറ്റിപ്പട്ടം ചെയ്യാനാണെങ്കിലും വിജീഷിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? ഇപ്പം ലോകത്തുനിന്നൊക്കെ ഏകദേശം വിമുക്തനായി കുറച്ചും കൂടി കലാരംഗത്തൊക്കെ വീണ്ടും സജീവമാവുകയാണ്. ഞങ്ങള് അതിന് മുന്നോടി അത് തുടങ്ങാൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ വിജേഷ് വന്ന് എനിക്ക് ഒരുപാട് ഇതൊക്കെ എന്താ പറയാ, ക്ലോത്തിന്റെ ഒക്കെ ഒട്ടിച്ചേരാനൊക്കെ വിജേഷ് വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. രണ്ടുപേരും കൂടിയിട്ട് ഈ ചെണ്ടമേളത്തിൽ ഒരു പുതിയ അധ്യായം രചിക്കാനുള്ള ശ്രമം ദമ്പതി തായമ്പക. അത് കേരളത്തിൽ മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? എറണാകുളത്ത് നന്ദിനി വർമ്മ ഉണ്ടല്ലേ? അതെ, നന്ദിനി വർമ്മ അവരെ ഭർത്താവാണ് ഇതില് മുൻഗണന. കേരളത്തിൽ ആരും ചെയ്തില്ല? ഇല്ല, ആരും ചെയ്തിട്ടില്ല. പ്രതീക്ഷിക്കാം ചേർന്നിട്ട് ദമ്പതി തായമ്പക അരങ്ങേറ്റം. തീർച്ചയായിട്ടും സാർ. ഏതായാലും ജീവിതത്തിൽ ഒരുപാട്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് സങ്കീർണമായ അനുഭവങ്ങൾ അതിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ബാബു. എങ്കിലും കൈമുതലായിട്ട് കിട്ടിയ
ഈശ്വരന്റെ വരദാനം പോലെ കിട്ടിയ കല അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഭരതനാട്യം, അതുപോലെ കഥകളി, സോപാന സംഗീതം, ഇടക്ക, മോഹിനിയാട്ടം, ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിലെ ക്ലാസിക്കൽ കലകളുടെ ഉപാസകയായിട്ട് പോകുന്നതിനിടയിൽ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ അലങ്കാര നെറ്റിപ്പട്ടവും അതുപോലെ തിടമ്പും ഒക്കെ ആയിട്ട് പ്രേക്ഷകരുടെ ഇടയിൽ ഒരുപക്ഷെ ഒരു അത്ഭുതം ആവാൻ സാധ്യതയുണ്ട് ഈ വ്യക്തിത്വം. നമ്മുടെ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ഇപ്പോഴും ചെറിയ പ്രതിസന്ധികളിൽ, ജീവിത പ്രതിസന്ധികളിൽ വഴിമുട്ടി മുന്നോട്ട് പോകാൻ മടിച്ചു നിൽക്കുന്ന എത്രയോ പേര് ചിലപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് എന്താണ് പാർവതിക്ക് നൽകാൻ ഈ അതിജീവിത ഗാഥയിൽ നിന്നുകൊണ്ട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമുക്ക് പറ്റാത്തതായി ഒന്നുമില്ല. നമ്മൾ പരിശ്രമിച്ച് എന്തായാലും അത് കിട്ടും. ഇപ്പൊ എല്ലാ വീട്ടമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളിൽ എന്തായാലും ഒരു കഴിവുണ്ട്, അതെന്തായാലും പുറത്തേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ എന്താ പറയാ, ഇനിയും ഒരുപാട് അമ്മമാർ ഇനിയും നമ്മുടെ വീടുകളിലും സമൂഹത്തിലേക്ക് കാണുന്നുണ്ട്, ഒരുപാട് പേരും. പിന്നെ ഒരുപാട് പഠിച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഇത്രയും പഠിച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റാത്തവരുണ്ട്, വേദി കിട്ടാത്തവരുണ്ട്. പക്ഷെ നിങ്ങൾ വെറുതെ ഇരിക്കരുത്, പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് തന്നെ എനിക്ക് ഈ ഒരു വേദിയിൽ പറയാനുള്ള ഒരു ഇത്. ഈ കലാകാരിയുടെ അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ പാഠമാണ് ഇവർ പ്രേക്ഷകർക്കായിട്ട് പകർന്നു നൽകിയത്. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളെ നിശ്ചയദാർഢ്യത്തോടെ നേരിട്ട് കലാരംഗത്ത് തന്റേതായ ഇടം അടയാളപ്പെടുത്തി വ്യത്യസ്ത മേഖലകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാർവതി വിജീഷ്, ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ. തന്റെ സ്വപ്നങ്ങൾ, കലാരംഗത്തെ തന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പാർവതിക്ക് സാധിക്കട്ടെ. എറണാകുളത്തിന്റെ പുത്രി കാസർഗോഡിന്റെ മരുമകളായി എത്തി നമ്മുടെ നാടിനും ഒരുപാട് അംഗീകാരം, യശസ് നേടിക്കൊടുക്കാൻ ഈ കലാകാരിക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് കാവ്യ സൗഹൃദത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കാവ്യ സൗഹൃദത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. കലാരംഗത്തെ മറ്റൊരു അതിഥിയുടെ കലാവഴികളിലെ വിശേഷങ്ങളുമായി നമുക്ക് കാവ്യ സൗഹൃദത്തിന്റെ അടുത്ത വാരം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ശിവ ശിവ മഹേശ ശംഭോ ശ്രീനീലകണ്ഠ ശിവപാദം വണങ്ങിടുന്നേ. ശിവ ശിവ മഹേശ ശംഭോ